ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്ക കട്ട്ലറ്റ് ആണ്. ഇപ്പോൾ ചക്കയുടെ കാലാണ്. ഇടിച്ചക്കയും നല്ല മൂത്ത ചക്കകളും എല്ലാം ഉണ്ടാകുന്ന സമയം. ചക്ക ഉപയോഗിച്ചുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചായയുടെ കൂടെ സെർവ് ചെയ്യാവുന്ന ഒരു കട്ട്ലറ്റ് തന്നെയാവാം. ഇതിനുവേണ്ടി ഞാൻ മീഡിയം സൈസുള്ള ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഈ ഇടിച്ചക്കയുടെ തോടെല്ലാം മുറിച്ച് കളയണം. അതുപോലെ തന്നെ ഈ ഭാഗം എല്ലാം മുറിച്ച് നല്ല നീറ്റാക്കി എടുക്കണം. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു പ്രഷർ കുക്കർ ഉപയോഗിച്ചാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, മസാലയിലാണ് ഉപ്പ് ചേർക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. 2-3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ ഇടിച്ചക്കയെ വേവിച്ചെടുക്കണം. പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ ഇടിച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ക്രഷ് ചെയ്തെടുക്കണം. ഓരോ പീസ് ഇടിച്ചക്കയെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. വെള്ളം ഇല്ലാതെ തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇടിച്ചക്കയാണിത്. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഇത്ര മതി. ഈ ഇടിച്ചക്ക കട്ട്ലറ്റിൽ വേണമെങ്കിൽ പകുതി ഇടിച്ചക്കയും പകുതി പൊട്ടാറ്റോയും ചേർത്തുണ്ടാക്കാം. അല്ലെങ്കിൽ പൊട്ടാറ്റോയ്ക്ക് പകരമായിട്ട് ബീഫോ ചിക്കനോ എല്ലാം ഉപയോഗിക്കാം. ഓരോ ഐറ്റംസ് ചേർക്കുന്നതിനനുസരിച്ച് കട്ട്ലറ്റിന്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 2 വലിയ സവാള, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ്, 10 മുതൽ 15 എണ്ണം വരെ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണിത്, 3-4 പച്ചമുളക്. ഇവയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിന്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. ഞാൻ വലിയ 2 സവാള ചോപ്പ് ചെയ്തതാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വേണം ഇതിനെ വഴറ്റിയെടുക്കാൻ. സവാള സോഫ്റ്റായി വരട്ടെ. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് സ്പൈസസ് ആണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇവയാണ് ചേർക്കുന്നത്. ആവശ്യാനുസരണം മുളക് പൊടി ചേർക്കാം. നല്ല എരിവ് വേണമെങ്കിൽ 2-3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഇടിച്ചക്ക കട്ട്ലേറ്റ് കുറച്ച് സ്പൈസി ആവുന്നതാണ് ഏറ്റവും നല്ലത്. വഴന്നു വന്നിട്ടുള്ള സവാളയിലോട്ട് നമുക്ക് ഈ സ്പൈസസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സ്പൈസസിന്റെ എല്ലാം റോസ്മെൽ ഒന്ന് പോകണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഇടിച്ചക്കയിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കട്ട്ലറ്റിന്റെ മിക്സിൽ ഉപ്പ് അധികം ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടിച്ചക്കയിൽ ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിനെ അവസാനമായി ഇതിലോട്ട് മല്ലിയില ചേർക്കാം. ഏകദേശം 1/4 കപ്പോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. കട്ട്ലറ്റിന്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കട്ട്ലറ്റ് നന്നാവുള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരുന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കൈയിനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റിന്റെ മിക്സ് ആണ്. മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും മീഡിയം സൈസുള്ള ഒരു ബോൾ എടുക്കാം. ഇതിനെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. മീഡിയം സൈസുള്ള ഒരു ബോൾ ഉണ്ടാക്കണം. ഇതിനെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോ കട്ട്ലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചിക്കനോ ബീഫോ എല്ലാം ചേർക്കുകയാണെങ്കിൽ ഈ കട്ട്ലേറ്റ് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 18 കട്ട്ലേറ്റ് ഉണ്ട് ഇതില്. ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് പകരമായിട്ട് പാൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ് എടുക്കാം. ഇതിനെ മുട്ടയിൽ മുക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതിനെ റോൾ ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്.
ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം അടുത്ത കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസ് കൊണ്ട് റോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. ഇനി നമുക്ക് അടുത്ത കട്ട്ലേറ്റ് എടുക്കാം. ഇതിനെ മുട്ടയിൽ മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് റോൾ ചെയ്യാം. ഈ മുട്ടയ്ക്ക് പകരമായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കട്ട്ലേറ്റ് മുഴുവനായിട്ടും വെജിറ്റേറിയൻ വേർഷൻ ആവും. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റുകളാണിത്. ഇതിനെ ഞാൻ ഫ്രീസറിൽ വെക്കാണ്, ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ കട്ട്ലേറ്റായി മാറ്റാം. ഏത് എണ്ണ വേണമെങ്കിലും ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം നമുക്കിതിനെ. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഇടിച്ചക്ക കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇടിച്ചക്ക ഉപയോഗിച്ചുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.